ദൈവനാമത്തിന് സ്തോത്രമുണ്ടാവട്ടെ. അനുനയനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ആത്മീയ വർധനവിനും പ്രത്യാശയ്ക്കും കാരണമായി തീരുന്നുവെന്നുള്ള എല്ലാ വിവരങ്ങളും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവിൻ്റെ സമക്ഷം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അർപ്പിക്കുകയാണ്. തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് ഏവരുടെയും പ്രാർത്ഥനയെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, വേദപുസ്തക സംബന്ധിയായ സംശയങ്ങൾ, വിശേഷിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തെ പറ്റിയുള്ളതായ ചോദ്യങ്ങൾ, ആത്മീയ പ്രതിസന്ധികളുടെ ആവലാതികൾ എന്തുമാവട്ടെ, നിസ്സംശയം ഞങ്ങളുമായി നിങ്ങളുടെ ചോദ്യങ്ങളെ പങ്കുവയ്ക്കാവുന്നതാണ്. പ്രത്യേകമായിട്ടുള്ള കൗൺസിലിങ്ങും പ്രാർത്ഥനയുടെ സഹായവും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഉറപ്പു നൽകുന്നു. കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളേവരെയും ധന്യരാക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ പഠനം ഇതപര്യന്തം നമുക്ക് സന്തോഷത്തിനും പ്രതീക്ഷയ്ക്കും കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലെ പഠനം നമ്മൾ സർദീസിലെ സഭയുടെ ദൂതന് എഴുതുന്ന ആ ലേഖനം വരെ എത്തിക്കുകയുണ്ടായി. ഇന്നത്തെ സവിശേഷമായ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നും 7 മുതലുള്ള വാക്യങ്ങളെ വായിക്കുകയാണ്. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ലേഖനമാണ് ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുന്നത്. സർക്യൂട്ട് ആ തെക്കൻ ദിശയിൽ വീണ്ടും തുടരുകയാണ്. സർദീസിൽ നിന്നും ഉദ്ദേശം 30 മൈലുകൾ തെക്ക് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ മായണ്ടർ താഴ്വരയ്ക്കും ഹെർമേസ് താഴ്വരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലവോദിയക്കയിലേക്കുള്ള റോമൻ വഴിത്താരയിൽ സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശമായിരിക്കുന്ന ഫിലദെൽഫിയ എന്ന പട്ടണത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഫിലദെൽഫിയ കേൾക്കാൻ ഇമ്പമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പേര്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ നാമമാണ് ഇതെന്ന് തെറ്റിദ്ധരിച്ചാൽ പോലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ സത്യം അതല്ല കേട്ടോ. BC 159-നും 138-നും ഇടയിൽ പെർഗമോസിലെ രാജാവായിരുന്ന അത്തോലിയോൻ ഫിലഡൽഫസ് എന്നയാളിൻ്റെ പേരിൽ നിന്നുമാവാം ഈ പട്ടണത്തിന് ഈ പേരുണ്ടായിരുന്ന ഒരു പക്ഷം പറയുമ്പോൾ, മറ്റൊരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നത് ഈജിപ്തിലെ ടോളമി ഫിലഡൽഫസ് എന്ന് പറയുന്ന ആൾക്ക് ഏഷ്യ മൈനറിൽ ധാരാളം എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സൂചകമായിട്ട് വന്നതാവാം ഫിലഡൽഫിയ എന്ന ഈ പേരെന്നാണ്. രണ്ടായിരുന്നാലും സംശയിക്കേണ്ട കാര്യമല്ല, രണ്ടുപേരുടെയും സ്വാധീനം ഏഷ്യ മൈനറിലെ ഈ പുരാതന പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഇന്നും അവിടെ നമുക്ക് കാണുവാൻ സാധ്യമാവുന്നുണ്ട്. പട്ടണമേറെ ഫലഭൂയിഷ്ടമായിരുന്നു. ഈ ഫലഭൂയിഷ്ഠയുടെ കാരണം പട്ടണ നിവാസികൾ വിശ്വസിച്ചിരുന്നത് അവിടുത്തെ ദേവനായിരുന്ന ഐശ്വര്യത്തിൻ്റെയും ഫലഭൂയിഷ്ഠയുടെയും വിശേഷിച്ച് കാർഷിക വിളകളുടെയും എല്ലാം ദാതാവായിരുന്ന ബാക്കസ് എന്ന റോമൻ ദേവനിലായിരുന്നു. അതായത് ഗ്രീക്ക് ദേവനായ ഡയനീഷ്യസിൻ്റെ റോമൻ പര്യായമാണ് ബാക്കസ് എന്നുള്ളത്. അവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ള നാണയങ്ങളിൽ പുരാതന കാലത്തെ നാണയങ്ങളുടെ ഒരു വശത്ത് ബാക്കസ് ദേവൻ്റെയോ അഥവാ ബാക്കൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ വിശിഷ്യ ഒരു കുട്ടിയെ കയ്യിലേന്തി നിൽക്കുന്നതായ ദൃശ്യങ്ങളുള്ളതായ ചിത്രങ്ങളോ ആ നാണയങ്ങളുടെ ഒരു ഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുള്ള ധാരാളം നാണയങ്ങൾ അവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ബാക്കസ് ദേവൻ്റെ അഥവാ ഡയനീഷ്യസിൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. മുന്തിരി കൃഷിയായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള. അതിന് ഒരു പ്രധാന കാരണം കൂടെയുണ്ട്.
ഈ പട്ടണത്തിന് തൊട്ടടുത്ത് തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സദാ ഉണ്ടായിക്കൊണ്ടിരുന്നുവെന്ന് ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ പുറന്തള്ളപ്പെടുന്ന ലാവയും മണ്ണുമൊക്കെ മുന്തിരിച്ചെടികളുടെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്തു. അതുകൊണ്ട് പട്ടണം നിറയെ ധാരാളം മുന്തിരി കൃഷികൾ ഉണ്ടായിരുന്നു. എന്നാൽ പട്ടണ നിവാസികൾ അബദ്ധജടിലമായി വിശ്വസിച്ചിരുന്നത് ഇതെല്ലാം തന്നെ ബാക്കസ് ദേവന്റെ അനുഗ്രഹമാണ്, അദ്ദേഹമാണ് ഐശ്വര്യവും സമൃദ്ധിയും ഫലഭൂയിഷ്ടിയും തരുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കി പാർപ്പിനായി മനുഷ്യനെ ഏൽപ്പിച്ച യഥാർത്ഥ സൃഷ്ടിതാവിൽ നിന്നും എത്ര ദൂരെയായിരുന്നു ഫിലദൽഫിയയിലെ അക്കാലത്തെ ജനത ജീവിച്ചിരുന്നതെന്ന് ഒരു ചിത്രം നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പട്ടണം തൊട്ടടുത്തുള്ള പട്ടണങ്ങളായിരിക്കുന്ന സർദീസിനേക്കാളും, എന്തിനേറെ പറയുന്ന ലവോദിക്കയോളം പോലും പ്രസിദ്ധി ആർജിച്ചിരുന്നില്ല ഒരിക്കൽ റോമക്കാർ ഇവിടെ ഭരിച്ചിരുന്നിരുന്നപ്പോൾ. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് പട്ടണങ്ങളെക്കാളും ഔന്നത്യത്തിൽ അന്നും ഇന്നും നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ ഫിലദൽഫിയ പട്ടണം മുമ്പിൽ തന്നെയാണ്. കാരണം കെട്ടി ഉയർത്തപ്പെട്ട ഒരു മതില് ഈ പട്ടണത്തെ വലയം ചെയ്തിരുന്നു. ആ പഴയ മതിലിനുള്ളിൽ ഇന്നും സ്വാതന്ത്ര്യത്തോടെ നിലകൊള്ളുകയും, എന്തിനേറെ പറയുന്നു, ക്രൈസ്തവ ആരാധനയ്ക്ക് ഒരു കൂച്ചുവിലങ്ങുമില്ലാതെ വണ്ണം നിലനിൽക്കുന്നതുമായ ഏക പട്ടണം ഫിലദൽഫിയ മാത്രമാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇത് ഒട്ടോമാൻ തുർക്കികൾക്ക് കീഴടക്കപ്പെടുകയുണ്ടായി. ബൈസാന്റിയൻ രാജ്യത്തിൻ്റെ അവസാനത്തെ പട്ടണമായിട്ടാണ് ഫിലദൽഫിയ തുർക്കികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നത്. പക്ഷെ വെച്ചിരുന്ന ഒരു വ്യവസ്ഥ പ്രകാരം അവിടുത്തെ ക്രൈസ്തവർക്ക് പൊതുവിൽ മണിമുഴക്കി പൊതുസ്ഥലത്ത് ആരാധന നടത്തുന്നതിനും പ്രത്യേക തിരുനാൾ ദിവസങ്ങളിൽ പട്ടണത്തിലൂടെ ഘോഷയാത്ര നടത്തുന്നതിനും ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഉയർത്തി അവർക്ക് ആരാധന കൂടുന്നതിനും യാതൊരുതര വിലക്കും തുർക്കികൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നതുകൊണ്ട് അന്നും ഇന്നും അവിടെ ശക്തമായ ക്രൈസ്തവ സാന്നിധ്യവും ആരാധനകളും നടക്കുന്നുണ്ട്. ഈ പട്ടണത്തിൽ ഇന്ന് അധിവസിക്കുന്ന 15,000-ഓളം ആളുകളിൽ 1/3 ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണ്. തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് ഇന്ന് കൊടുത്തിരിക്കുന്ന പേര് അല്ലാ ഷെഹർ എന്നാണ്, ദൈവത്തിൻ്റെ നഗരം. മറ്റു ചിലർ പറയുന്നതാവട്ടെ അൽഷാഹർ എന്ന് വെച്ചാൽ അടയ്ക്കപ്പെട്ട പട്ടണം. ഈ രണ്ട് പേരുകളിൽ ഇന്നും പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഒരു പട്ടണമായിട്ട് ഫിലദൽഫിയ നിൽക്കുകയാണ്. നോക്കുക, സ്മിർന കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ യാതൊരു ശാസനയും കേൾക്കാത്ത ഒരേ ഒരു സഭ ഫിലദൽഫിയയാണ്. ദൈവം സ്നേഹിക്കുന്ന സഭകൾ, ജനം നിലനിന്നിരുന്ന പട്ടണത്തിൻ്റെ നിലനിൽപ്പ് നാം ചിന്തിച്ചാൽ നമ്മുടെ ചിന്താധാരകൾക്കും അപ്പുറത്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. ഏറെ ശാസന കൊടുത്തിട്ടും, മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടും, മാനസാന്തരപ്പെടാൻ ആഹ്വാനം കൊടുത്തിട്ടും അത് ഏറ്റെടുക്കാതെ നിഷേധിച്ച് കളഞ്ഞതായ മറ്റെല്ലാ പട്ടണങ്ങളും സഭകളും പോലും നിസ്സംശയം ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോൾ കേവലം ഒരു ചണ്ടിക്കൂമ്പാരം മാത്രമായിട്ട് ഏഷ്യാമേനിലെ മറ്റു സഭകളുടെയൊക്കെ അവയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ അവശേഷിക്കുമ്പോൾ സ്മിർന അവിടെ വന്നു ചേർന്ന മറ്റു തരം ആളുകൾ കച്ചവട പ്രാധാന്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടും ഫിലദൽഫിയ ആവട്ടെ അന്നത്തെ പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്നതുമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തെ പ്രിയപ്പെടുകയും ദൈവം സ്നേഹിക്കുകയും ചെയ്യുന്നവരെ അവരുടെ നിലനിൽപ്പ് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ളതിന് എന്ത് സംശയമിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കർത്താവ് തരുന്ന മുന്നറിയിപ്പുകളെ തൃണവൽക്കരിക്കാതെ വണ്ണം കർത്താവിന് വേണ്ടി ജീവനം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം. മുറുകെ പിടിക്കുവാൻ, ആ വഴികൾ തന്നെ അനുധാവനം ചെയ്യുവാൻ കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് ഒരു കാരണവശാലും സംശയത്തിൻ്റെ നിഴലിലാവത്തില്ല. അല്ലാ ഷെഹർ, ദൈവത്തിൻ്റെ നഗരം എന്ന് പറയപ്പെടുന്ന ഈ പട്ടണത്തിൽ 1 ഡസനോളം പള്ളികളുണ്ട്. ഒരു ബിഷപ്പ് അവിടുത്തെ ശുശ്രൂഷകൾക്ക് ക്രൈസ്തവ മേലധ്യക്ഷനായി ഇന്നും തുടരുകയാണ്. ദൈവത്തിൻ്റെ നഗരമെന്നുള്ള ആ പദം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ജയിക്കുന്നവന് പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ പേര് അവൻ്റെ മേൽ എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞ ആ വാക്യവുമായിട്ട് എന്തോ യാദൃശികമായ ബന്ധം നിലനിൽക്കുന്നില്ലേ? ശാന്തമായി ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടും. എന്തോ ഒരു അഭേദ്യമായിരിക്കുന്ന ബന്ധം. ഒരുപക്ഷെ അറിയാതെയാവാം നഗരവാസികൾ ഇന്ന് ആ പട്ടണത്തെ ദൈവത്തിൻ്റെ നഗരമെന്ന് വിളിക്കുന്നത്.
പക്ഷേ അവരുടെ അജ്ഞതയ്ക്കപ്പുറത്ത് തീർച്ചയായും ആ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും ജയിക്കുകയും ചെയ്യുന്നവന് ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ പേര് അവൻ്റെ മേൽ എഴുതി കൊടുക്കുമെന്നുള്ള പ്രത്യേകമായ വിശേഷണം കൊടുക്കുമ്പോൾ മനുഷ്യൻ അന്ധമായി വിശ്വസിക്കുന്നതും ദൈവം സത്യത്തിൽ കാണുന്നതും തമ്മിലുള്ള ബന്ധം, സത്യമായതിനെ നിറവേറ്റാണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കടമ, ഉത്തരവാദിത്വമാണ് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനുമായവൻ അരുളി ചെയ്യുന്നു. യഥാർത്ഥം പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാർന്ന ഒരു ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോമറുടെയോ ഹാസ്യോദിൻ്റെയോ കൃതികളിലോ യവനായ സാഹിത്യകൃതികളിലോ കാണാത്ത ഒരു പദം, വിശുദ്ധനും സത്യവാനുമായവൻ. യഥാർത്ഥത്തിൽ വിശുദ്ധൻ എന്നുള്ള ആ പദം വേദപുസ്തകം നമുക്ക് ഉയർത്തി കാണിക്കുന്ന ദൈവത്തിൻ്റെ പരിവേഷത്തിൻ്റെ നേർചിത്രമാണ്. യെശയ്യാ പ്രവചനം 1:4, 5:19, 20 വാക്യങ്ങളിലും, ഹോശയ 11:9, ഹബക്കുക്ക് 3:3 എന്നിവയിലും മറ്റു തര പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധിയുടെ പര്യായമായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദം. വിശുദ്ധനെന്ന് പറയുമ്പോൾ അശുദ്ധി ഒട്ടും ചേർന്നിണങ്ങാത്തവൻ, അശുദ്ധിക്ക് യാതൊരു പങ്കുമില്ലാത്തവൻ, അശുദ്ധിയിൽ നിന്നും വേർപെട്ടവൻ എന്നൊക്കെയാണ് അതിന് കൊടുക്കുന്ന വേദപുസ്തക അർത്ഥങ്ങൾ. വിശുദ്ധനും സത്യവാനുമായവൻ, അതും ശ്രദ്ധിക്കപ്പെടേണ്ട പദമാണ് സത്യവാൻ. സത്യത്തിന് സാക്ഷി നൽകാൻ കടന്നു വന്നവനെന്ന് യേശു തന്നെത്താൻ സാക്ഷ്യം പറയുകയുണ്ടായി. സത്യവാൻ, അസത്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യാഥാർത്ഥ്യം നിറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. പൂർണ്ണതയുള്ളത്, തികവുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപൂർണമായതും അസത്യം നിറഞ്ഞതും അയാഥാർത്ഥ്യവുമായിരിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞു നിന്ന പട്ടണത്തോട് കർത്താവ് സ്വയമേ അരുളി ചെയ്യുകയാണ്, വിശുദ്ധനും സത്യവാനുമായവൻ അരുളി ചെയ്യുന്നു. വിശേഷിച്ച് യോഹന്നാൻ എന്ന ഈ വെളിപ്പാട് പുസ്തക രചയിതാവിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രയോഗങ്ങൾ കൂടിയായിരുന്നു യാഥാർത്ഥ്യമുള്ളത്, സത്യമായത്, ട്രൂ എന്നൊക്കെയുള്ളതാക്കുന്ന ആ പദപ്രയോഗങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏതാണ്ട് 9 തവണയും ഈ വെളിപ്പാട് പുസ്തകത്തിലാകട്ടെ 10ഓളം തവണകളും, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 4 തവണകളും ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് സത്യം, സത്യമായുള്ളത്, യഥാർത്ഥത്തിലുള്ളത് എന്നൊക്കെയുള്ള പദങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ ഒരു രചനാ ശൈലിയായിരുന്നു എന്ന് പറയാൻ പറ്റും. മറ്റു തര പുതിയ നിയമ ഗ്രന്ഥങ്ങളിലാകെയുള്ളത് കേവലം 5 തവണ മാത്രമാണ് സത്യത്തിലുള്ളത് എന്നുള്ള പദങ്ങൾ വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നതും, യോഹന്നാൻ 6:32 സാക്ഷാൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം എന്നുള്ള പ്രയോഗ രീതിയും, യോഹന്നാൻ 15:1 സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞിരിക്കുന്നതുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സത്യത്തിൽ അഥവാ ശരിയായിട്ടുള്ളത്, യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നത് എന്നൊക്കെ അതിന് അർത്ഥം ലഭിക്കുകയാണ്. അസത്യമേതുമില്ല, തെറ്റേതുമില്ല, അപൂർണത ഏതുമില്ല, തികഞ്ഞതാണ്, യാഥാർത്ഥ്യമാണ്, യാദൃച്ഛികതയ്ക്ക് അവിടെ സ്ഥാനമില്ല എന്നൊക്കെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. വിശുദ്ധനും സത്യവാനുമായവൻ അരുളി ചെയ്യുന്നു. യേശു കർത്താവ് തന്നെത്താനെ അവകാശം പറഞ്ഞ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവകാശപ്പെട്ട അതേ കാര്യം ഉയർക്കപ്പെട്ടതിന് ശേഷം ഇവിടെ ഫിലദൽഫിയയിലെ ദൈവമക്കളെ അഭിസംബോധന ചെയ്യുമ്പോഴും പറയുകയാണ്, സത്യവാനും വിശുദ്ധനുമായവൻ. കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, വേദപുസ്തകം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിക്ക് മനസ്സിലാകും ഈ ഒരു സംബോധനയിലൂടെ ആരാണ് അരുളി ചെയ്യുന്നതെന്ന്. തൻ്റെ തന്നെ ഐഡന്റിറ്റി വളരെ വ്യക്തമായി തൻ്റെ സ്വഭാവ സവിശേഷതകളെ ഉണർത്തിക്കൊണ്ട് സഭയോട് പറയുക, വിശുദ്ധനും സത്യവാനുമായവൻ അരുളി ചെയ്യുന്നു. തുടർന്നുള്ള വാക്യം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. എന്താണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യശകലങ്ങളിൽ നിന്നുമാണ്.
യഹൂദയിലെ രാജഗൃഹത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു പ്രമുഖനായ വ്യക്തിയെ ഹിൽക്കിയാവിൻ്റെ മകനായ എല്യാക്കീമിനെ കാണിച്ചുകൊണ്ടാണ്, ആ മനുഷ്യനോടുള്ള ഒരു പ്രവചന ദൂതാണ് ഇതവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഷെപ്ന എന്ന രാജധാനി പ്രമുഖനായ മനുഷ്യനെ ഉദ്യോഗത്തിൽ നിന്നും എടുത്ത് ദൂരെ കളയുന്നു. അവനെ നീക്കം ചെയ്തതിന് ശേഷമായിട്ട് പ്രവാചകൻ ദൈവാത്മാവിനാൽ അരുളപ്പാട് പ്രാപിച്ചിട്ട് എല്യാക്കീമിനോട് അറിയിക്കുന്ന വചനങ്ങളാണ് ദാവീദിൻ്റെ താക്കോലുള്ളവൻ. അവിടെ എല്യാക്കീമിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്രിസ്തുയേശുവിൻ്റെ ഒരു നിഴലെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ തനിപ്പകർപ്പായിട്ടാണ് അവിടെ എല്യാക്കീമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ആ വിശേഷണമാണ് ഇവിടെ ഫിലദൽഫിയയിലെ ദൂതിലേക്ക് വരുമ്പോൾ കർത്താവ് എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, യഥാർത്ഥത്തിൽ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, അവൻ കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നൊക്കെ പറയുന്ന യോഹന്നാന്റെ വിശേഷിപ്പിക്കൽ സത്യമാണ്. കർത്താവായ യേശുനാഥൻ അറിയാതെ ഒരെഴുത്ത് യെശയ്യാവ് എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഉദ്ധരണി എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അത് നിറവേറാൻ പോകുന്നത് എന്നിലൂടെയാണ്, നിങ്ങളുമായുള്ള ബന്ധത്തിലാണ് നിറവേറപ്പെടാൻ പോകുന്നത്. എന്താ എല്യാക്കീമിനോട് പറയുന്നത്? മോശക്കാരനായി തീർന്ന ശെപ്നയെ നീക്കം ചെയ്തതിന് ശേഷം അവിടെ രാജഭരണത്തിൽ ഭണ്ഡാരം കൈയേളിക്കൊണ്ടിരുന്ന വ്യക്തികളെ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എടുത്ത് പുറത്തു കളഞ്ഞതിന് ശേഷം നീതിയോടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഹിൽക്കിയാവിൻ്റെ മകനായ എല്യാക്കീമിനെ രാജഗൃഹത്തിന് അധിപതിയായിട്ട് ഉയർത്തുകയാണ്. രാജഗൃഹത്തിൻ്റെ താക്കോൽ അവരുടെ കൈവശം കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ നിത്യതയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പദപ്രയോഗത്തിലൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ്, ഇത് ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ, അത് ഞാൻ നിന്റെ കൈവശം തരുകയാണ്. അപ്പോൾ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ എന്ന് പറയുമ്പോൾ അതേ പ്രയോഗം തന്നെ ഇവിടെ എടുത്തു കാണിക്കുന്നു. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ അധികാരസ്ഥനായവൻ. എല്യാക്കീം ക്രിസ്തുവിന്റെ നിഴലായിരുന്നുവെങ്കിൽ സാക്ഷാൽ ക്രിസ്തുനാഥൻ ദാവീദ് ഗൃഹത്തിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ യഹൂദ ജനവിഭാഗങ്ങളുടെ അതേ സമുദായത്തിൽ ഈ ലോകത്തിൽ പിറന്നിട്ട് ദാവീദ് തൻ്റെ ജീവിതകാലത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയ നിർണയപ്രകാരമുള്ള മനുഷ്യൻ, ഇവരുടെ കാലത്ത് ആ മനുഷ്യനുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം ദൈവത്തിൻ്റെ ആലയം പണിയുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വലിയ ആഗ്രഹം. അങ്ങനെ ഒരു മനസ്സ് വെച്ചവനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ ഗൃഹം പണിയാൻ നിശ്ചയിച്ചത് കൊണ്ട് ഞാൻ നിന്റെ ഗൃഹം പണിയും. നിനക്ക് ഒരിക്കൽ പോലും രാജസന്നിധിയിൽ ഇരിക്കുവാൻ നിന്റെ തലമുറയിൽ ഒരുത്തൻ ഇല്ലാതെ വരത്തില്ല. നിന്റെ സിംഹാസനം നിത്യമായിരിക്കും എന്ന് പറയുമ്പോൾ ലോകത്തിൽ 3 or 4 തലമുറകൾ, 10 or 40 തലമുറകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ഭരിക്കുന്നതിനപ്പുറം നിത്യനായിട്ടുള്ള ഒരു ലൈനേജിലേക്ക് ദാവീദിന്റെ പേരെടുത്ത് ഉയർത്തുകയാണ്. അതേ പ്രയോഗങ്ങളാണ് ഇവിടെ കാണുന്നത്. വെളിപ്പാട് പുസ്തകം കുറച്ചുകൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ ദാവീദ് ഗൃഹത്തിൻ്റെ, ദാവീദിന്റെ വേരും കൊമ്പുമായവൻ എന്നൊക്കെ പറയുന്ന പരാമർശങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ ആ നിത്യനായിട്ട് വന്ന അബ്രഹാമിന്റെ മകനായി ദാവീദിന്റെ മകനായി പിറന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി അത് നിത്യമാണെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ദാവീദിന്റെ രാജ്യത്വം നിത്യമായിരുന്നില്ല, എന്നാൽ ദാവീദ് പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യേശുവിന്റെ അതേ ഗോത്രത്തിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്ന നിത്യദൈവത്തിന്റെ പുത്രനായ സാക്ഷാൽ ദൈവപുത്രന്റെ വിശേഷണം നിത്യരാജാവ് എന്നുള്ളതാണ്. ആ നിത്യരാജാവിന് തുറക്കുവാനും അടയ്ക്കുവാനുമുള്ളതായ അധികാരം. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. സർവാധികാരത്തെ കാണിക്കുക. ഇറ്റ് ഷോസ് ഹിസ് സോവറിനിറ്റി എബവ് ഓൾ അതോറിറ്റി. സകല അധികാരത്തിനും മീരെയുള്ള സർവാധിപത്യം കാണിക്കുകയാണ്. അവൻ അടച്ചാൽ തുറക്കില്ല ആരും, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷം 16:19 കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഇത് ദൈവരാജ്യത്തിൻ്റെ താക്കോലാണ്. ലൂക്കോസ് 11:52 പറയുന്നു, പരിജ്ഞാനത്തിൻ്റെ താക്കോൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിൽ. ദൈവസഭയുടെ അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും സകലത്തിൻ്റെയും ഉറവിടം, സകലത്തിൻ്റെയും കേന്ദ്രം സാക്ഷാൽ സഭയുടെ കാന്തനായ ക്രിസ്തു തന്നെയാണെന്നുള്ളതിൻ്റെ സംശയരഹിതമായ സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. എല്യാക്കീം യഹൂദ രാജഗൃഹത്തിന് അധിപനായി നിയമിക്കപ്പെട്ടു.
രാജഗൃഹത്തിൻ്റെ താക്കോൽ യഥാർത്ഥത്തിൽ എലിയാക്കീമിൻ്റെ കയ്യിൽ കൊടുക്കപ്പെട്ടു. അതൊരു കണക്കിന് പറഞ്ഞാൽ മിസ്രൈമിലെ രാജാവായിരുന്ന ഫറവോന്റെ ഗൃഹത്തിന് അധിപതിയായിട്ട് യോസെഫിനെ ഉയർത്തിയതിന് സമാനമാണ്. സ്വന്തം വംശം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ആ സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ തക്ക സമയം വന്നപ്പോൾ നീക്കേണ്ടതിനെ നീക്കം ചെയ്ത് ഉയർത്തേണ്ടവനെ ഉയർത്തുന്നു. യോസെഫിനെ പറ്റിയുള്ള സൂചന നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: രാജാവ് ആളയച്ച് കുണ്ടറയിൽ നിന്നും അവനെ വരുത്തി. അധികാരത്തിൽ യോസെഫ് എത്തിച്ചേരേണ്ട സമയമായപ്പോൾ കുണ്ടറ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് ഒരു ബദലായി തീർന്നില്ല, ഒരു തടസ്സമായി തീർന്നില്ല. അപ്പോൾ നിശ്ചയമായിട്ടും അധികാരത്തിൽ എത്തപ്പെടേണ്ട സമയത്ത് അവിടെ എത്തിച്ചേരുന്ന, അവിടെ താൻ ഉദ്ദേശിച്ചവരെ എത്തിക്കുന്ന ആ കർത്തവ്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 110-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. ശത്രുക്കൾ പാദപീഠമാകുവോളം ദൈവപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ ചെലവഴിക്കുകയാണ്, അവിടെ ആയിരിക്കുകയാണ്. എന്നാൽ ശത്രുക്കളെ പാദപീഠമാക്കുന്ന ആ സമയത്തുള്ള ദൈവിക അധികാരത്തെ, ക്രിസ്തുവിൻ്റെ അധികാര സീമയ്ക്ക് ഒരു പരിധിയില്ല. അത് നിത്യമായിരിക്കും, ആർക്കും തടുത്തു കളയുവാൻ പറ്റാത്തതായിരിക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. മുൻപേ ഉള്ളതും പുരാതനമേ ഉള്ളതും ദാവീദിന്റെ വംശത്തിലൂടെ വരുന്നതും എല്ലാം സൂചിപ്പിക്കുന്നത്, വായിച്ചാൽ മനസ്സിലാകുന്ന, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന യഹൂദ ക്രൈസ്തവർക്കുള്ളതായിരിക്കുന്ന ഒരു ദൂതുകൂടിയാണ്. യെരൂശലേമിൽ ചിതറിപ്പോകപ്പെട്ട സമയത്ത് യഹൂദന്മാർ ഓടി വന്ന് അണഞ്ഞത് ഏതാണ്ട് ഈ പട്ടണത്തിലേക്കാണ്. അങ്ങനെ വലിയൊരു യഹൂദ കുടിയേറ്റം ഫിലദൽഫിയയിൽ ഉണ്ടായി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തു സാക്ഷ്യം പ്രാപിച്ച ദൈവമക്കളുടെ സാക്ഷ്യവും അനുഭവവും നിമിത്തം, ജീവിതശൈലി നിമിത്തമായിട്ട് ഇവരിൽ അനേകം പേരും ക്രിസ്തു സഭകളോട് ചേരുകയുണ്ടായി. ഈ ഭാഗത്തൊരു പരാമർശമുണ്ട്: അവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വണങ്ങുമാറാക്കും. അതെ, അത് സംഭവിച്ചു. എങ്ങും ആശ്രയമില്ലാതെ ചിതറി വന്നതായ യെരൂശലേമിലെ മഹാപീഡനത്തിൽ, റോമക്കാരുടെ പീഡന നിമിത്തമായി ഓടി വന്നതായ യഹൂദന്മാർ അധികവും അവർക്ക് എല്ലാ വിധത്തിലുള്ള നന്മയും പകർന്നുകൊണ്ട്, പിന്തുണയും നൽകിക്കൊണ്ട്, സഹായവും സഹാനുഭൂതിയും കൊടുത്തുകൊണ്ട് സഭ നിലകൊണ്ടു. ആ സാക്ഷ്യത്തിലേക്ക് അനേകം യഹൂദന്മാർ കടന്നു വന്നു. പക്ഷേ അവരുടെ മനസ്സിൻ്റെ അകത്ത് യഥാർത്ഥത്തിലുള്ള രൂപാന്തരം വന്നിട്ടില്ലായിരുന്നു. അവർ സുവിശേഷങ്ങളെയും അപ്പോസ്തലന്മാരാൽ രചിക്കപ്പെട്ട ലേഖനങ്ങളെയും തള്ളിപ്പറയുകയും പഴയ നിയമ ഗ്രന്ഥങ്ങൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ള ഒരു വല്ലാത്ത ബന്ധനത്തിൽ അകപ്പെടുകയും ചെയ്തിരുന്ന കൂട്ടരായിരുന്നു. മിശിഹയെ അവർ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അത് യേശുക്രിസ്തു അല്ല എന്ന് അവർ മറുപക്ഷത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ളത് യഥാർത്ഥത്തിൽ 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായിരിക്കുന്ന ഇഗ്നേഷ്യസ് ഫിലദൽഫിയ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ തുറന്നു കാട്ടുന്നുണ്ട്, ഈ വന്ന യഹൂദന്മാരുടെ കൂട്ടം വളരെ അപകടകരമായിട്ട്, സഭയുടെ നിലനിൽപ്പിന് തികച്ചും അപകടകരമായ ഒരു കൂട്ടമായിരുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ ഈ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന യഹൂദന്മാർ തന്നെ അധികമായിട്ടുണ്ടായിരുന്ന, ഭൂരിഭാഗം വരുന്ന യഹൂദന്മാരാൽ നിറയപ്പെട്ട സഭയിൽ അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ദാവീദിന്റെ വംശാവലി എടുത്ത് കാണിക്കേണ്ടതുണ്ടായിരുന്നിരിക്കാം. കർത്താവ് സകലത്തെയും അറിയുന്നവൻ, സർവജ്ഞാനിയായവൻ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ, വിശുദ്ധനും സത്യവാനും, വേറെ ഈ ലോകത്തിൽ ഒരു സാഹിത്യ ഇതിഹാസങ്ങൾക്കും എഴുതി ചേർക്കാൻ വാക്കുകൾ പോലുമില്ലാത്ത വിശുദ്ധനും സത്യവാനും എന്നുള്ള ദൈവത്തിൻ്റെ പര്യായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക, ഞാൻ സർവാധികാരിയാണ്. ഈ സഭയിലേക്ക് ആര് കടന്നു വരണം? ആരെ എൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാക്കി എടുക്കണം? അവരെ എങ്ങനെ മുൻപോട്ട് നയിക്കണം? അവരെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം? അവരെ എങ്ങനെ പരിഗണിക്കണം? ഇതെല്ലാം എൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അധികാരം, സർവാധിപത്യം എനിക്കെതിരാണ്. നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. വേദന അനുഭവിക്കുന്ന, ക്ഷീണം അനുഭവിക്കുന്ന, ക്രിസ്തുവിൻ്റെ പിറകെ ഇറങ്ങിയതുകൊണ്ട് നാശനഷ്ടങ്ങളും അസ്വസ്ഥതകളും തിങ്ങി നിൽക്കുന്ന നമുക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തി കർത്താവ് അറിയുന്നുണ്ട്. നിനക്കല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചുവെന്ന് ഫിലദൽഫിയ സഭക്കാരോട് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: നമ്മുടെ പ്രതിദിന ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, നന്മകൾ, പരാജയങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകൾ, വേദനകൾ
കൊടുക്കുന്ന വില സകലതും അറിയുന്ന ദൈവം, സകലത്തിൻ്റെയും അധികാരിയായി, സകലത്തിൻ്റെയും ന്യായാധിപതിയായി നമുക്കുള്ളത് മുറുകെ പിടിച്ചാൽ, നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാൽ, നമ്മെ അഭിനന്ദിക്കുവാൻ സദാ മനസ്സുള്ളവനായി, നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവുമായി അവൻ നമ്മുടെ ഉള്ളിൽ നിൽപ്പുണ്ട്. ഈ സഭയെ നന്നായി അറിയുന്ന കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം, കർത്താവിൻ്റെ കണ്ണുകളിൽ കുറ്റം പറയാൻ ഏതുമില്ലാത്ത സഭയോട് കർത്താവിന് പറയാനുള്ളത് നിങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ്. ഇങ്ങനെ കുറ്റം പറയാനില്ലാതിരുന്ന മറ്റൊരു സഭയായ സ്മരണയോട് പറയുന്നു, നിങ്ങളെ എതിർക്കുന്ന യഹൂദന്മാർ, യഥാർത്ഥ യഹൂദന്മാരല്ലാതിരിക്കുകയും പേരുകൊണ്ട് യഹൂദന്മാർ എന്ന് പറയുന്നവർ നിങ്ങളുടെ മേൽ ജയം വരിക്കത്തില്ല. അതേസമയം ഫിലദൽഫിയയിലെ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ എതിരാളികളായ പേരുകൊണ്ട് യഹൂദൻ എന്നിരിക്കെ മിശിഹയെ പ്രതീക്ഷയില്ലാതെ വണ്ണം അയക്കപ്പെട്ട മിശിഹ യേശുക്രിസ്തു എന്നുള്ള തിരിച്ചറിവിലേക്ക് കണ്ണു തുറക്കാനാവാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന നിങ്ങളുടെ എതിരാളികളായ യഹൂദന്മാരെ നിങ്ങൾ ജയിക്കും. രണ്ടും ഏതാണ്ട് തത്തുല്യമായ പദമാണ്, ഏറെ ആശ്വാസകരമായ ഒന്നാണ്. നിങ്ങൾ എതിർക്കുന്നതിനെ ജയിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവവേദലേ, ക്രൈസ്തവ വിശ്വാസം നിമിത്തമായി, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തമായി നിന്നെ എതിർക്കുന്ന വൈരിയെ ജയിക്കാൻ ദൈവം നിനക്ക് തുണയായിട്ട് വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ള സദ്വർത്തമാനം അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഫിലദൽഫിയ സഭയുടെ തുടർന്നുള്ള ചിത്രങ്ങൾ അടുത്ത എപ്പിസോഡിൽ അനാവരണം ചെയ്യും വരെ വിശ്വാസത്തിൻ്റെ ഈ പോരാട്ടത്തിൽ അണുകിട പിന്നോട്ട് പോവാതെ വേണം ധൈര്യമായി മുന്നോട്ട് കാലുകൾ വെച്ച് ജയം വരിപ്പാൻ, ശത്രുവിൻ്റെ മേൽ ജയം വരിപ്പാൻ സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ എന്നേക്കും കാത്തുമാറാം.